ഈ പുണ്യമായ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരമമായ ദിവ്യശക്തിയെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെയും സംരക്ഷണത്തിൻ്റെയും ഉറവിടമായ ദൈവിക പ്രകാശമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും നിൻ്റെ അനുഗ്രഹം നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സിലെ എല്ലാ അശുദ്ധ ചിന്തകളും നീക്കി സ്നേഹവും സമാധാനവും കരുണയും നിറഞ്ഞ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. നല്ലത് തിരിച്ചറിയാനും ശരിയായ വഴിയിൽ നടക്കാനും ധർമ്മത്തെ പിന്തുടരാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ജീവിതത്തിലെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ സമചിത്തതയോടെ മുന്നോട്ട് പോകാനുള്ള ക്ഷമയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നല്ല ആരോഗ്യവും ദീർഘായുസ്സും സന്തോഷവും സമാധാനവും നൽകണമേ. രോഗബാധിതരായവർക്ക് ആശ്വാസവും ആരോഗ്യവും നൽകണമേ. വിഷമിക്കുന്നവർക്ക് പ്രത്യാശയും ഒറ്റപ്പെട്ടവർക്ക് സ്നേഹവും കരുതലും ലഭിക്കണമേ. തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ. പരിശ്രമിക്കുന്നവർക്ക് വിജയവും കഠിന സാഹചര്യങ്ങളെ നേരിടാൻ ശക്തിയും നൽകണമേ. ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതായി ഇരിക്കട്ടെ. അഹങ്കാരം, അസൂയ, കോപം എന്നിവ ഞങ്ങളിൽ നിന്ന് അകറ്റി വിനയവും ക്ഷമയും നൽകണമേ. ഈ ഭൂമിയെ എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനവും സന്തോഷവും ലഭിക്കണമേ. ലോകത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കണമേ. ദൈവികമായ നിന്റെ പ്രകാശം ഞങ്ങളുടെ ചിന്തകളെ നയിക്കട്ടെ. ഞങ്ങളുടെ ബുദ്ധിയെ ശുദ്ധീകരിച്ച് ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ സഹായിക്കണമേ. പ്രഭാതത്തിൻ്റെ ശാന്തതയിലും ഓരോ ദിവസത്തിൻ്റെ തിരക്കുകളിലും ഏതൊരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുക എന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഓം ഭൂർഭുവ സ്വഹ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ലോകങ്ങളെയും നിറഞ്ഞു നിൽക്കുന്ന പരമമായ ദൈവിക ശക്തിയെ ഞങ്ങൾ സ്മരിക്കുന്നു. തത് സവിതൂർ വരേണ്യം. ലോകത്തിന് പ്രകാശവും ഊർജവും നൽകുന്ന ആ മഹത്തായ ദൈവിക ശക്തിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഭർഗോദേവസ്യ ധീമഹി. ഞങ്ങളുടെ അജ്ഞാനവും ദുഃഖവും നീക്കുന്ന ആ ദിവ്യ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ധിയോ യോന പ്രചോദയാത്. ആ ദൈവിക ശക്തി ഞങ്ങളുടെ ബുദ്ധിയെയും ചിന്തകളെയും നല്ല വഴിയിലേക്ക് നയിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ലോകത്തിന് പ്രകാശം നൽകുന്ന പരമമായ ദൈവിക ശക്തിയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ദിവ്യപ്രകാശം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധീകരിച്ച് സത്യത്തിൻ്റെയും നന്മയുടെയും വഴിയിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ ഒരു മന്ത്രം ഒരു 108 തവണ നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളിലും ഉണ്ടാകും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.